പ്രവർത്തകരും തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് അടക്കം കാര്യങ്ങൾ പോകുമെന്നാണ്. കാരണം പിന്തിരിയാൻ പ്രവർത്തകർ തയ്യാറാകുന്നില്ല എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം പ്രതിഷേധത്തിലടക്കം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ അത്തരമൊരു സാഹചര്യത്തിലേക്ക് കടന്നിട്ടില്ല എങ്കിലും പ്രതിഷേധം ഏതായാലും പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ശക്തമായി ഉയരുന്നുണ്ട്. പോലീസ് അത് തടയാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു. നമുക്ക് കാണാൻ കഴിയും, ബാരിക്കേഡ് മറിച്ച് കടന്നുകൊണ്ട് ഇപ്പുറത്തെ വശത്തേക്ക് കടക്കാനുള്ള ശ്രമമാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് പോലീസ് തടയുന്ന കാഴ്ചയാണ് ഒരു വശത്തുള്ളത്. ഒപ്പം തന്നെ ഈ കമ്പും ഈ വടിയും ഒക്കെ തന്നെയും ഈ ഭാഗത്തേക്ക്, പോലീസ് നിൽക്കുന്ന ഭാഗത്തേക്ക് എറിയുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് അവിടെ നിന്നും കാണാൻ കഴിയുമെന്നുള്ളതാണ്. ഏതായാലും പോലീസ് ഇവരെ തടയാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും വലിയ പ്രതിഷേധത്തിലേക്ക് ഈ തൈക്കാട് ഹൗസാണ് മന്ത്രി താമസിക്കുന്ന വസതി. അതിന് തൊട്ടു മുന്നിലായി വലിയൊരു പോലീസ് സന്നാഹം തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ തന്നെ സുരക്ഷ കൂട്ടുകയും ചെയ്തിരുന്നു. ഈ ഒരു പ്രതിഷേധം ഇത്തരത്തിൽ കടക്കുന്നൊരു പശ്ചാത്തലത്തിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ, പോലീസ് സേനകൾ ഇവിടേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുജയ, ഏതായാലും പ്രതിഷേധത്തിൽ നിന്നും പിന്നോട്ട് പോകില്ല എന്നൊരു നിലപാടിലേക്ക് BJP എത്തിയിട്ടുണ്ട്. ഇപ്പോഴും ഇതാ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ്. കൗൺസിലർമാരെ അടക്കം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പ്രസാദ്, ഇരുകൂട്ടരും പിന്നോട്ടില്ല. പോലീസ് വളരെ ശക്തമായി തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ സമരത്തിൽ നിന്ന് ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പോകാത്ത സാഹചര്യത്തിൽ കസ്റ്റഡിയിലെടുത്ത് നീക്കുമോ? സുജയ, ഇപ്പോഴും പോലീസും പ്രവർത്തകരും തമ്മിൽ നേർക്കുനേർ നിൽക്കുകയാണ്. ഇപ്പോൾ 5 തവണ ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു സുജയ. ഇപ്പോഴും പ്രവർത്തകർ പിന്തിരിഞ്ഞോടിയിട്ടില്ല. ഈ ജലപീരങ്കി വെച്ചതിൻ്റെ തൊട്ട് എതിർഭാഗത്തുള്ള റോഡിൽ നിന്ന് ഈ ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ഒരു ശ്രമമുണ്ടായി. പക്ഷേ അതും നടന്നില്ല. ഇപ്പോഴും പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു ബാരിക്കേഡിൻ്റെ വ്യത്യാസത്തിൽ അപ്പുറവും ഇപ്പുറവും നിൽക്കുകയാണ്. ഒരു സംഘർഷത്തിലേക്ക് നിലവിലെ സാഹചര്യത്തിൽ നീങ്ങിയിട്ടില്ല. ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ശ്രമം നടത്തുന്നു. പോലീസ് ഇവരെ ജലപീരങ്കി അടിച്ച് ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം നടത്തുന്നു. ഒരു പ്രവർത്തകൻ ബാരിക്കേഡ് ചാടിക്കടക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ്. അതാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത്. ആ വീണ ജോർജിൻ്റെ ഔദ്യോഗിക വസതിയുടെ മുന്നിലേക്കാണ് BJP പ്രവർത്തകർ മാർച്ച് നടത്തിയത്. മാർച്ച് ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യേണ്ടത് V മുരളീധരനാണ്. ഇവിടെ എത്തിയിട്ടില്ല എന്നാണ് കരുതുന്നത്. എന്തായാലും പ്രവർത്തകർ ബാരിക്കേഡിനടുത്തുണ്ട്. 5 തവണ ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. പോലീസും പ്രവർത്തകരും ഒന്നിച്ചല്ലാത്തതിനാലും ഈ ബാരിക്കേഡിന് അപ്പുറത്തേക്ക് കടക്കാൻ ഒരു ഗ്യാപ്പില്ലാത്തതിനാലും പോലീസും പ്രവർത്തകരും എന്തായാലും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ ബാരിക്കേഡ് മറികടന്ന് പോകാനുള്ള ഒരു ശ്രമം പ്രവർത്തകർ നടത്തുന്നുമില്ല. പക്ഷേ ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ഒരു ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി പോലീസ് 5 തവണ ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. ഇപ്പോഴും ആ ജലപീരങ്കി അടിക്കുന്ന സമയത്ത് ചെതറിയോടിയ പ്രവർത്തകർ വീണ്ടും ബാരിക്കേഡിനടുത്തേക്ക് വന്ന് പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു. കൊടികെട്ടിയ വടി പോലീസിന് നേരെ എറിയുന്നുണ്ട്. ജലപീരങ്കിക്ക് നേരെ എറിയുന്നുണ്ട്. പ്രവർത്തകർ പിന്തിരിഞ്ഞോടിയിട്ടില്ല. മറുഭാഗത്ത് പോലീസും അതേ നിലയിൽ തന്നെ നിൽക്കുകയാണ്. ശക്തമായ പ്രതിഷേധമാണ് മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് തൈക്കാട്ടുള്ള മന്ത്രി വീണ ജോർജിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് നടത്തുന്നത്. ഇന്നലെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം കണ്ടു, മുസ്ലിം ലീഗിൻ്റെ കണ്ടു, ഇനിയിപ്പോൾ ഇന്ന് മഹിളാ കോൺഗ്രസിൻ്റേതുണ്ട്. BJPയുടെ പ്രതിഷേധം നടക്കുന്നു. ശക്തമായ പ്രതിഷേധം സംസ്ഥാനത്തെമ്പാടും നടത്താനുള്ള ആഹ്വാനം കോൺഗ്രസിൻ്റെ ഭാഗമായും BJPയുടെ ഭാഗമായും ഉണ്ടാകുന്നു. ചില പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലേക്ക് കയറി നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എന്തായാലും പ്രവർത്തകർ പിന്തിരിഞ്ഞോടിയിട്ടില്ല. സുജയ, ഇതിൻ്റെ ഒരു പ്രശ്നം, ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ജലപീരങ്കി നേരിട്ടടിച്ചാൽ ഈ പ്രവർത്തകർ താഴേക്ക് വീഴുകയും അതുപോലെ തന്നെ പരിക്കേൽക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 3 വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ഈ ബാരിക്കേഡിന് മുകളിലേക്ക് കയറിയതായി നമുക്ക് കാണാം. വീണ്ടും ജലപീരങ്കിക്കുള്ള സൈറൻ മുഴങ്ങുകയാണ്. 6ാമത്തെ തവണ ജലപീരങ്കി പ്രയോഗിക്കുന്നു. പ്രവർത്തകർക്ക് നേരെ ശക്തമായ പ്രതിഷേധമുണ്ടാകുന്നു. ഒരു ചെറിയ വിഭാഗം പ്രവർത്തകർ മാത്രമാണ് ജലപീരങ്കി എല്ലായിടത്തേക്കും വരുന്നുണ്ട്. നമ്മുടെ വാർത്താ സംഘം 3 വാർത്താ സംഘങ്ങളായി തിരിഞ്ഞ് അവിടെ പല കോണുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തകർ പിന്മാറുന്നില്ല. ഭാരത് ഭവന് തൊട്ടു ഇപ്പുറത്തുള്ള റോഡാണ് നമ്മൾ കാണുന്നത്. ജലപീരങ്കി അടിച്ചടിച്ച് ആ വഴി മുഴുവൻ ഇപ്പോൾ നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. റോഷിപാൽ, ആ പ്രദേശം റോഡുകൾ രണ്ടും ഇപ്പോൾ 2 നീർച്ചാലുകൾ പോലെ ആകുന്നത്ര ജലപീരങ്കി ഉപയോഗിച്ചുള്ള വെള്ളമടിക്കൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. തുടരെ ജലപീരങ്കി പ്രയോഗമാണ്. പക്ഷേ പ്രവർത്തകർ പിന്നോട്ടില്ല എന്നാണോ റോഷിപാൽ? സുജയ, അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ 6ാം വട്ടം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ ആവേശത്തോടെ വീണ്ടും
ഈ ബാരിക്കേഡ് മറച്ചിടാനുള്ള ശ്രമം തുടരുകയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടാണ് BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പ്രതിഷേധ മാർച്ച് ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് നടത്തിയത്. മാർച്ച് എത്തിയ പാടെ തന്നെ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ മുതൽ തന്നെ ബാരിക്കേഡിന് മുകളിലടക്കം കയറി വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. 6 വട്ടം ജലപീരങ്കി ശക്തിയായി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞുപോയിട്ടില്ല. അവർ വീണ്ടും പ്രതിഷേധം തുടരുന്നു. ഈ ജലപീരങ്കി പ്രയോഗിക്കുമ്പോൾ മാറി നിൽക്കും, പിന്നീട് തിരിച്ചെത്തി ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധം തുടരുന്നു. ഏതായാലും ശക്തമായ പോലീസ് സുരക്ഷയുമുണ്ട്. ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് മാത്രമല്ല അനക്സിലെ ഓഫീസിലടക്കം സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. കാരണം ഇന്നലെ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ച് അത് പോലീസിന്റെ സുരക്ഷയൊക്കെ മറികടന്നുകൊണ്ടാണ് ആരോഗ്യമന്ത്രിയുടെ വീടിന് തൊട്ടടുത്തേക്ക് എത്തിയത്. ഈ ഒരു സാഹചര്യത്തിലാണ് സുരക്ഷ കൂട്ടിയത്. മാത്രവുമല്ല മന്ത്രി ഇന്ന് തലസ്ഥാനത്തുണ്ട്. ഇനിയും കൂടുതൽ പ്രതിഷേധമുണ്ടാകും.